ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് രാവിലെ തന്നെ ഞാനൊരു എന്താ പറയുക, ഇതുണ്ട്. ഈ ഇല ഏതാണെന്നറിയാമോ? കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണ ഇലയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ അമ്മച്ചിമാരൊക്കെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ പഴുത്ത ചക്കയൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എന്താ പറയുക, ഒരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ ആ ചക്ക ഇല്ലല്ലോ എന്ന് ഓർത്തേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 പീസ് ചക്ക അലുവ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് മയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. ചെറിയൊരു 3-4 പീസ് ചക്ക അലുവയാണിത്. അതിപ്പോൾ ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പുറത്തേക്കെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചക്ക അലുവ ഇതിന് നന്നാവർക്കൊന്ന് ചൂടോടെ ഉടച്ചെടുക്കാം. നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നതാണ്. നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പൊടിയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ കുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പഴുത്ത ചക്ക ഇതുപോലൊക്കെ ആവി കയറ്റി ഉടച്ചെടുത്ത് നമുക്ക് തയ്യാറാക്കാം. ചക്ക ഇല്ലാത്ത കാലത്താണെങ്കിൽ ചക്ക ഇതുപോലെ വരട്ടി വെക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് അട ഉണ്ടാക്കാനും കുമ്പിളപ്പം ഉണ്ടാക്കാനും ഒക്കെ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പം ചക്ക അലുവ ഉണ്ടാക്കി വെച്ചാലും ഇതുപോലെ ആവി കയറ്റി എടുത്താലും മതിയാവും. ഇതുപോലെ നല്ല പോലൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് കിടപ്പുണ്ട്. ചൂടുവെള്ളം വേണം അരിപ്പൊടിയിലേക്ക് ഒഴിക്കാനായിട്ട്. ഇത് 250 ml കപ്പാണ്. ഇതിന് ഞാനിപ്പോൾ ഒരു 2 കപ്പ് പൊടി എടുക്കാനായിട്ട് പോവുകയാണ്. രണ്ട് കപ്പ് പൊടി എടുക്കും 250 ml. കാരണം അതിനുള്ള ചക്ക മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 5-6 ഏലക്ക ഇടിച്ചിട്ടിട്ടുണ്ട്. അടക്ക ഒരു കടിയൊക്കെ കിട്ടാം. വേണ്ട, ഏലക്ക പൊടി ഇടിച്ച് ഇതിലേക്കിട്ടു. പിന്നെ ഇതിലേക്ക് ശർക്കര അല്ലെങ്കിൽ ആണിയെല്ലാം ചീകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 മതിയാകും. ഒരുപാട് മധുരം ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് മധുരം നിങ്ങളുടെ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ.
2 ആണിവെല്ലം ഇതിലേക്ക് ചീകി ഇട്ടു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചക്ക അലുവ മെൽറ്റ് ചെയ്തത്, ഏലക്കാപ്പൊടി, ശർക്കര, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 250 ml 2 കപ്പ് അരിപ്പൊടി, ചക്ക വരട്ടിയത്, ഏലക്കാപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ശർക്കര എല്ലാം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് കിടപ്പുണ്ട്. അതൊഴിച്ച് ഇത് നമ്മൾ കുഴച്ചെടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പീര ഇതിൽ ഇട്ട് അങ്ങനെ പുരട്ടി എടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് അടുപ്പയിലിട്ട് വഴറ്റി അതിന് ശേഷം ഇലയിൽ എടുത്ത് വെച്ചിട്ട് അപ്പച്ചമ്പി വെച്ച് പുഴുങ്ങുന്നവരുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാലോ കേട്ടോ, നല്ല കട്ടിക്ക് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളച്ച് കിടപ്പുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കുക ആവശ്യത്തിന്. അല്ലാതെ ലൂസായി പോകരുത്. അപ്പം നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം പാകത്തിന് റെഡിയാക്കി വെച്ച് നമ്മുടെ ഭക്ഷണയില ഞാൻ ഈ അപ്പച്ചമ്പിനകത്തോട്ട് വെച്ചിട്ടൊന്ന് ആവി കയറ്റി, അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കും. നല്ല പരുവത്തിന് നമുക്ക് മടക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഈ മാവ് നമുക്കെന്ത് ചെയ്യാം, എടുത്ത് വെച്ച് നന്നായിട്ട് മടക്കി അപ്പച്ചമ്പിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഇതെല്ലാം ഈ ഇലക്കകത്തോട്ട് ഷേപ്പ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇതുപോലെ ഓരോ ഇലയും എടുത്ത് കുമ്പിള് കുത്തി ഇതിലേക്ക് ഇതിൻ്റെ സ്പേസിനനുസരിച്ച് നമുക്ക് മാവ് നിറച്ച് കൊടുത്ത് മടക്കി ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇതുപോലെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുമ്പിളപ്പം. എല്ലാവരും കഴിച്ച് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് താല്പര്യം തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചക്കയൊക്കെ ഏറെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജോളി റെജി സൂപ്പർ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചക്ക അലുവ വെന്തോന്നൊന്ന് നോക്കാം. ഒരെണ്ണം എടുത്ത്
നല്ല ചൂടാണ്. കൈപ്പൊള്ളാതെ വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേകാനുണ്ട്. അടയെല്ലാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതെല്ലാം ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം.